2023 അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ സുഖമുള്ള ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊരു നാച്ചുറൽ നമ്പറിനും ഫസ്റ്റത്തെ ഏതൊരു നാച്ചുറൽ നമ്പേഴ്സിനും സ്റ്റാർട്ടിങ് മുതലാണെങ്കിൽ ഏതൊരു നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് n+1/2 എന്ന് പറയുന്നത് അല്ലേ. ഈ ഇക്വേഷനിൽ നമ്മൾ എത്ര എന്നിന് പകരം എത്രയാണ് കൊടുക്കേണ്ടത്? എന്നിന് പകരം 20 നമ്മൾ കൊടുക്കുക. അപ്പൊ 20 ഇൻറ്റു എന്നിന് 20 കൊടുക്കുമ്പോൾ 20 + 1 21 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 2 ഈ 2ഉം ഈ 20 നമ്മൾ കട്ട് ചെയ്യും, 10 കിട്ടും. അഗൈൻ നമുക്ക് 210 എന്ന ആൻസർ കിട്ടും. ഈ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞില്ല എന്ന് കരുതി ഒരു ബേജാറും നമ്മൾ പേടിക്കണ്ട. നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് എന്താ? ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ സമ്മാണ്. എണ്ണൽ സംഖ്യകൾ നമുക്കറിയാം 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞ 20 വരെയാണ്. നമുക്കിത് മനസ്സിലാവണം. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ കൂട്ടിയാൽ എന്ത് കിട്ടുമോ അതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു ഇക്വേഷൻ ആണ് ഇയാള് എന്ന് പറയുന്നത് അല്ലേ. എടാ നോക്കടാ, ഇയാൾ ഒരു സമാന്തര ശ്രേണി തന്നെയല്ലേ, അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ. ഇയാളുടെ പൊതുവ്യത്യാസം എത്രയാ? എല്ലാവരുടെ പൊതുവ്യത്യാസവും 1 ആണ്. ഇയാൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അയാളുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇയാളൊക്കെ കൂട്ടിയാൽ എന്ത് കിട്ടും എന്നല്ലേ നമ്മളുടെ ചോദ്യത്തിൽ ചോദിച്ചുള്ളത്. ഒരു സംശയവും വേണ്ട. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്നും അറിയുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒരു സൈഡിൽ പോയിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ടോ എക്സാം തീരുന്ന വരെ കൂട്ടാൻ നിൽക്കുക. എടാ നമ്മൾ പഠിച്ചിട്ടില്ലേ അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒരാളെന്ന് പറയുന്നത് n/2 × 2a + n-1 × d എന്ന് പറഞ്ഞ ഒരു ചങ്ങായും മറ്റൊരു ചങ്ങായും കൂടി ഉണ്ട്. n/2 × a1 + an എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിൽ ഈ എന്നിനെ നമുക്കറിയാം. n എന്ന് പറയുന്നത് ആദ്യത്തെ 20 ടേംസ് ആണ്. ഇയാള് 20 ആണ്. a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, 1 ആണ്. an എന്ന് അറിയോ 20th ടേം ആണ്. 20th ടേം നമ്മൾ അല്ലെങ്കിൽ കാണേണ്ടി വരും ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ. അതൊന്നും ഉപയോഗിക്കേണ്ട. ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? ഈ ഉത്തരം കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. 20/2 × 2 a എന്ന് പറയുന്നത് 1 ആണ്. 1 + n എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 20 - 1 എന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ 90 × d എന്താ? 1 അല്ലേ? കോമൺ ഡിഫറൻസ് d = 1 അല്ലേ? × 1 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? × 1 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? × 1 ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പൊ കൊടുത്തായിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, 20/2 എന്ന് പറയുന്നത് 10 ആണ്. 2 × 1 2 ആണ്. പ്ലസ് 90 എന്ന് വരും. അഗൈൻ നമുക്ക് 10 × 90 + 2 എന്താ? 21 അല്ലേ? ഇയാളെ 21 ഇയാളെ നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇയാളെ തന്നെയല്ലേ. ഈ ഇക്വേഷൻ അറിഞ്ഞില്ല എന്ന് കരുതി പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, അതൊക്കെ കൂട്ടും ചെയ്യാം. അല്ലെങ്കിൽ എന്താ, നമ്മളൊരു ഇക്വേഷൻ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഇയാള് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് എന്നല്ല തന്നിട്ടുള്ളത്, നാച്ചുറൽ നമ്പർ ആണ് എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഓർത്ത് വെക്കണം. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നതും അയാളും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെതും ആദ്യത്തെ ഇത്തരം നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കാണുക എന്ന് പറയുമ്പോൾ n × n+1/2 ആണ് നമ്മൾ ഉപയോഗിക്കുക. ആദ്യത്തെ കുറച്ച് ഓഡ് നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ സമ്മ് കാണുമ്പോൾ നമ്മൾ n സ്ക്വയർ ഉപയോഗിക്കും. ആദ്യത്തെ കുറച്ച് ഇരട്ട സംഖ്യകളുടെ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണുമ്പോൾ കാണുക പറയുമ്പോൾ n × n+1 എന്ന് ഉപയോഗിക്കും. ഇനി അടുത്തൊരു കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കുറച്ച് ക്യൂബുകൾ പറയുമ്പോൾ എന്താ? 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് അങ്ങനെ പോകും. ഇയാളുടെ ഒക്കെ സമ്മ് കാണുക എന്ന് പറയുമ്പോൾ ഇയാളെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്താൽ മതി. അതായത് n × n+1/2 സ്ക്വയർ ചെയ്താൽ മതി. ഇതാണ് ആദ്യത്തെ ക്യൂബുകളുടെ സമ്മ് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ ആകുമ്പോൾ സ്ക്വയറുകളത് വേണ്ടേ. ആദ്യത്തെ സ്ക്വയർ പറയുമ്പോൾ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ പോകും. അയാളുടെ സമ്മ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n × n+1 × 2n+1/6 എന്ന് പറയും. ഓക്കെ, n എന്ന് പറയുന്നത് എത്ര ആൾക്കാരുണ്ട് എന്നാണ്. ആദ്യത്തെ ആണ് കേട്ടോ, എവിടുന്നേലും സെന്റർ എന്നല്ല, ആദ്യത്തെയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇക്വേഷൻ ഒക്കെ പറ്റുകയാണെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. ഓർത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് സമ്മ് കാണാൻ നമ്മൾ 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. അയാളെ ഉപയോഗിച്ചാൽ മതി. നമുക്ക് മനസ്സിലാവണം ചോദിച്ചത് അയാൾ തന്നെ. നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. റൈറ്റ് ദ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിലെ
അൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം അല്ലെങ്കിൽ അൾജിബ്രിക് ഫോം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മളുടെ സീരീസ് എന്ന് പറയുന്നത് ഇതാണ്. അൾജിബ്രിക് ഫോം ചെയ്യണമെങ്കിൽ എന്താ, സമ്മിന്റെ അൾജിബ്രിക് ഫോം അല്ല, നോർമൽ അൾജിബ്രിക് ഫോം എന്ന് പറയുന്നതും nth ടേം കാണാനല്ല ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് നമ്മൾ ഉപയോഗിക്കുക. nth ടേം കാണാനും അൾജിബ്രിക് ഫോം, നോർമൽ അൾജിബ്രിക് ഫോം കാണാനും നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ സമ്മ് കാണുമ്പോൾ സമ്മിന്റെ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, ഇയാൾക്ക് കൊടുക്കുക. എ നമുക്കറിയൂലേ 5 ആണ്, എ 5 ആണ്. n കൊടുക്കേണ്ട അൾജിബ്രിക് ഫോം അല്ലേ നമ്മൾ കാണുക, n കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡി നമുക്ക് അറിഞ്ഞൂടെ, ഡി, ഇയാളുടെ ഡി എന്താ, ഇയാൾ കൂടി പോവുകയാണ്. അപ്പൊ ഇയാളുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പൊ ഇയാളുടെ ഡിഫറൻസ് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഇയാൾക്ക് നമ്മൾ 4 എന്ന് കൊടുക്കുകയാണ്. അഗൈൻ 5, അയാൾ അതേപോലെ ഞാൻ എഴുതി 4 ഇൻറ്റു n 4n മൈനസ് 1 ഇൻറ്റു 4 ആണ്. -4 എന്ന് അഗൈൻ 4n നമ്മൾ അതേപോലെ എഴുതി. 5 മൈനസ് 4 എന്ന് പറയുന്നത് +1 ആണ്. ഓക്കെ, ഇതാണ് ഇയാളുടെ അൾജിബ്രിക് ഫോം, നോർമൽ അൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ഇയാളുടെ സമ്മിന്റെ അൾജിബ്രിക് ഫോം എന്ന് ചോദിക്കുമ്പോൾ എന്താ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിൽ ഓരോ ആൾക്കാരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ അൾജിബ്രിക് ഫോം കിട്ടും. ഓക്കെ, സമ്മ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം, സമ്മ് എന്ന് പറയുന്നത് നോർമൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ, n തന്നെയാണ്, എ എന്ന് പറയുന്നത് 5 ആണ്, ഡി എന്ന് പറയുന്നത് എന്താ 4 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സമ്മിന്റെ അൾജിബ്രിക് ഫോം കിട്ടും. ഓക്കെ, റെഡിയാണോ? നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇയാളാണ്. n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും, n-ന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും, n-ന് 3 കൊടുക്കുമ്പോൾ തേർഡ് ടേം കിട്ടും. സമ്മാവുമ്പം കാര്യങ്ങൾ മൊത്തത്തിൽ തിരിയും. അഗൈൻ നമ്മൾ മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്. ആദ്യത്തെ 20 ടേമുകളുടെ സമ്മ് എന്ന് കേട്ടാ വരച്ചോണ്ട് ആദ്യത്തെ 20 ടേമുകളുടെ സമ്മ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. ഇയാളാണ് അത് സീക്വൻസ്. ഈ സീക്വൻസ് തന്നെയാണ് ഇയാൾക്ക് മാറ്റൊന്നുമില്ല. സമ്മ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ് മക്കളെ? നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ല, ഈ സീരീസിന്റെ സമ്മാണ് നമ്മൾ കാണേണ്ടത്. ആ ഇക്വേഷൻ തന്നെയാണ് ഇയാള്. മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ 20ാമത്തെ ടേം നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. അതാണ് പിന്നെ വെറുതെ ഇങ്ങനെ ലാഗ് അടുപ്പിക്കാതെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണത്. ഓക്കെ, അപ്പൊ അത് n എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 20/2 ഇൻറ്റു 2 അറിയാം, എ അറിഞ്ഞൂടെ, എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, അയാൾ 5 ആണ്. 5 പ്ലസ് n അറിഞ്ഞൂടെ, n എത്രയാ? n എന്ന് പറയുന്നത് 20 ആണ്. 20 മൈനസ് 1 എന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ 90 കൊടുത്തു. ഡി അഗൈൻ ഒരു ഡി പറഞ്ഞ ചങ്ങായി കൂടി, ഡി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 20/2 എന്ന് പറയുന്നത് എന്താ? 10 ആണ്. ഓക്കെ, 10 ആണ്. ഇൻറ്റു 2 ഇൻറ്റു 5 10 ആണ്. അഗൈൻ 10 ആണ്. പ്ലസ് ഇയാളെ നമ്മളൊന്ന് 4 36 ആണ്. അഗൈൻ 3 1 4 4 5 6 7. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നമുക്ക് 10 ഇൻറ്റു ഇനിയിപ്പോ 10 ഇൻറ്റു എന്ന് എഴുതിയാലും ഇപ്പൊ ഇയാളെ നമ്മളൊന്ന് കൂട്ടി നോക്കുക. 76 പ്ലസ് 10 എന്ന് പറയുന്നത് 86 ആണ്. ഇയാളെ നമ്മൾ ഇൻറ്റു 860 എന്ന് ആൻസർ കിട്ടും. ഇയാള് എന്ന് പറയുന്നത് ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് ഇയാൾ 860 എന്ന് പറയുന്നത്. ഇത്രയും റെഡിയാണോ? ഓക്കെ മക്കളെ, നമ്മൾ 2023 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 2024 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 2024 എന്നാലും വലിയ റിസ്കുകളൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻസ് വായിച്ച് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പിടിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, ദ സീക്വൻസ് ഓഫ് പെരിമീറ്റർ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ്സ് 1 centimeter, 2 centimeter, 3 centimeter and so on the form of an arithmetic sequence. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? കുറച്ച് സ്ക്വയറുകളുണ്ട്. ആ സ്ക്വയറുകളുടെ സൈഡുകൾ എന്ന് പറയുന്നത് 1 centimeter, 2 centimeter, 3 centimeter അങ്ങനെയാണ് സ്ക്വയറുകളുടെ സൈഡുകൾ എന്ന് പോകുന്നത്. ഇവയുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് പോലെയാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളെന്താ ഇയാളുടെ ഒക്കെ പെരിമീറ്റർ നമ്മൾ കാണേണ്ടി വരും. നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ദ സീക്വൻസ്. അതായത് ഇയാളുടെ ഒക്കെ പെരിമീറ്ററുകളുടെ സീക്വൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏതൊരു സ്ക്വയറിന്റെയും പെരിമീറ്റർ കാണാം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ?
എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. ഇയാൾ 1 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാവരും 1 സെന്റിമീറ്റർ ആണ്. ഇയാൾ 2 ആണെങ്കിൽ എല്ലാവരും 2 ആണ്. ഇയാൾ 3 ആണെങ്കിൽ എല്ലാവരും 3 ആണ്. അല്ലെ? ചതുരത്തിന്റെ പെരിമീറ്റർ അല്ലേ? പെരിമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും കൂട്ടുന്നതാണ്, ചുറ്റളവാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇയാളുടെ ചുറ്റളവ് എത്രയായിരിക്കും? ഒരാള് 1 ആണ്, അങ്ങനെയാണെങ്കിൽ 4 ആൾക്കാർ വരുമ്പോൾ 4 ആയിരിക്കും. ഇയാൾ 1 ആണ്, ഇയാള് 2 ആണ്, അങ്ങനെ 4 ആൾക്കാർ വന്നാൽ 4 2 8 ആയിരിക്കും. എടാ നോക്കടാ, ഒരാൾ 3 ആണ്, അങ്ങനെ 4 ആൾക്കാർ വന്നാൽ 4 3 12 ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ സീക്വൻസ് എന്ന്. റൈറ്റ് ദ സീക്വൻസ്, പെരിമീറ്ററുകളുടെ സീക്വൻസ്. ഇതാ ഇയാളുടെ പെരിമീറ്റർ 4 ആണ്, ഇയാളുടെ പെരിമീറ്റർ 8 ആണ്, ഇയാളുടെ പെരിമീറ്റർ 12 ആണ്. ഓക്കെ, അതൊരു സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് 4 8 12, അങ്ങനെ അങ്ങോട്ട് പോകും. ആയിക്കോട്ടെ. എടാ ഇയാളൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഒരു പൊതുവ്യത്യാസവും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കാണാൻ നമുക്ക് അറിയില്ല. ഒരു സീരീസ് കണ്ടാൽ അതിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ നമുക്കറിയും. ഇയാൾ ഇങ്ങനെ കൂടി പോവാണ്. അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും. ആയിക്കോട്ടെ, പ്ലസ് ആയിരിക്കും. കുറഞ്ഞു വരികയാണെങ്കിൽ അയാൾ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ വ്യത്യാസം മാത്രം കണ്ടമായി 4ന്റെയും 8ന്റെയും ഇടയിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. ഓക്കെ, 4 ആണ്. ഇയാളുടെ വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് ആണ്. ഓക്കെ ആണോ? റെഡി ആണോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2024 അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ദ nth ടേം ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 4n + 1. ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ എന്താ പറഞ്ഞത്? nth ടേം എന്ന് പറയുന്നത് 4n + 1. ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ nth ടേം എന്ന് പറയുന്നതും അയാളുടെ അൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ് കേട്ടോ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് a + n - 1 × d. ഓക്കെ, റെഡി ആണോ? അതായത് nth ടേം എന്ന് പറയുന്നതും അയാളുടെ അൾജിബ്രിക് ഫോം എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇയാളുടെ അൾജിബ്രിക് ഫോം ഇതാണ്. ഓക്കെ, nth ടേമും ഇയാൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദ കോമൺ ഡിഫറൻസ്. റൈറ്റ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ എന്താ നമ്മൾ വേണ്ടത്? ഇയാളുടെ സീരീസ് അല്ലെങ്കിൽ എന്താ പറയാ, സീരീസ് ഏതാണ് നമ്മൾ എഴുതേണ്ടി വരും. അതെന്നല്ലേ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കാണാം കേട്ടോ. ഇയാളാണ് 4n + 1 പറഞ്ഞ ചങ്ങായി അല്ലെ. നമ്മൾ ഇങ്ങനെ ഒരു ബീജഗണിത രൂപം തന്നാൽ അതിന്റെ കോമൺ ഡിഫറൻസ് ആയ ഡി അല്ലെങ്കിൽ പൊതുവ്യത്യാസമായ ഡി എങ്ങനെയാണ് നമ്മൾ എഴുതുക? എന്നിന്റെ കൂടെ ആരാണോ ഉള്ളത് ആ ചങ്ങായി ആയിരിക്കും അതിലെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 4. അപ്പൊ ഇയാളല്ലേ. അപ്പൊ ഇതിലെ ഫസ്റ്റ് ടേം ഏതായിരിക്കും? ഈ 4ഉം, അതായത് 4 എന്നിന്റെ കൂടെ ഉള്ള ചെങ്ങായിനെയും അതേപോലെ ഈ ചെങ്ങായിനെയും നമ്മൾ എന്താ കൂട്ടുമ്പോൾ അത് ഫസ്റ്റ് ടേം എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഓർത്ത് വെക്കണം. ഈ എന്നിന് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ ആ സീരീസിലെ ഫസ്റ്റ് ടേം കിട്ടും. ഈ എന്നിന് നമ്മൾ 2 കൊടുക്കുകയാണെങ്കിൽ ആ സീരീസിലെ സെക്കൻഡ് ടേം കിട്ടും. ഈ എന്നിന് നമ്മൾ എത്ര ടേം കൊടുക്കുകയാണെങ്കിലോ അത്രാമത്തെ ടേം ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇയാൾ നോർമൽ അൾജിബ്രിക് ഫോം ആണ്, സം അല്ല. ഓക്കെ, അപ്പൊ ഡി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ കോമൺ ഡിഫറൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അയാൾ d = 4 എന്ന് കിട്ടി. നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. റൈറ്റ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. എങ്ങനെയാണ് ഇയാളുടെ ഫസ്റ്റ് ടേം? എന്താ? ഇയാളും അത് എന്നിന്റെ കൂടെ ആരാണോ ഉള്ളത് അയാളെയും ഇയാളെയും നമ്മൾ എന്താ കൂട്ടണം. ഓക്കെ, അപ്പൊ 4 + 1 എന്ന് പറയുന്നത് 5 ആയിരിക്കും. റെഡി ആണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എന്നിന് ഫസ്റ്റ് ടേം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ നമ്മൾ എന്നിന് 1 ഒന്ന് കൊടുത്തു നോക്കുക. n = 1 കൊടുക്കുമ്പോൾ എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 4 × 1 + 1 = 5 എന്ന് കിട്ടും. അടുത്തത് n = 2 എന്ന് കൊടുക്കുമ്പോൾ എന്നിന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും ആ സീരീസിൽ. 4 × 2 + 1 = 9 എന്ന് കിട്ടും. എന്നിന് 3 കൊടുക്കുമ്പോൾ അതിന്റെ തേർഡ് ടേം കിട്ടും. 4 × 3 + 1 = 30 എന്ന് കിട്ടും. അല്ലേ മക്കളെ? ഓർത്ത് വെക്കണം കേട്ടോ. നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റത്തെ ആൻസർ d = 4 ആണ്. രണ്ടാമത്തത് 5 ആണ്. ഫസ്റ്റ് ടേം ആണ് a. മൂന്നാമത്തെ ഒരാളുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ദ ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 4. ഈ സീക്വൻസ് ഏത് സീക്വൻസ് നമ്മൾ കണ്ടെത്തി? ആ സീക്വൻസ് എന്ന് പറയുന്നത് ഇയാളാണത്. അതായത് ആ സീക്വൻസ് എന്ന് പറഞ്ഞത് 5 9 30 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. ആ സീക്വൻസിനെ നമ്മൾ 4 എന്നുള്ളൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. എഗൈൻ നമ്മളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇയാള് വെറും ശ്രേണിയല്ല, ഇയാളൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇതിലെ ഓരോ ടേമിനെയും, ഏത് ടേം ആയിക്കോട്ടെ, ഓരോ ടേമിനെയും
നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ റിമൈൻഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏതൊരു സമാന്തര ശ്രേണിയെയും ഒരു നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ റിമൈൻഡർ എന്താ? ഒരേ സംഖ്യ തന്നെ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കാം. അതായത് ഇയാളെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ആൻസർ കിട്ടും. അയാൾ തന്നെയായിരിക്കും ഇയാളെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ന് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ റിമൈൻഡർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ശ്രേണിയെ നമ്മൾ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എന്താണെന്ന് നമ്മൾ ചോദിച്ചത്. 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 എന്ന് കിട്ടും അല്ലേ? റിമൈൻഡർ 1 എന്ന് കിട്ടും. ഈ 9നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും അവിടെ 1 തന്നെയായിരിക്കും. നമ്മൾ ചെയ്ത് നോക്കുക. 9/4 2 4 8 ആണ് റിമൈൻഡർ 1 കിട്ടിയത്. കണ്ടോ അല്ലേ? ഇയാളൊരു സമാന്തര ശ്രേണി ആയതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. റെഡിയാണോ? ഇത്രയും സെറ്റാണോ? സെറ്റാണ്. നമുക്ക് 2024 ചോദിച്ച വേറെ ക്വസ്റ്റ്യൻ, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രയും നേരെ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു മെത്തേഡ് അല്ല. ഓക്കെ, കൺസിഡർ ദ അരിത്തമാറ്റിക് സീക്വൻസ് 8 14 20. നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്. അത് എന്ന് പറഞ്ഞത് ഇയാളാണ്. ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഫസ്റ്റത്തെ ഒരു ചോദ്യം ഉണ്ട്. ഇങ്ങനൊരു സീരീസ് തന്നാൽ നമ്മൾ അവിടെ ഒന്നും അറിയില്ലെങ്കിൽ a ഈക്വൽ ടു ഫസ്റ്റ് ടേം ഈക്വൽ ടു 8, അതേപോലെ d ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ആയ പൊതുവ്യത്യാസം ഈക്വൽ ടു പൊതുവ്യത്യാസം നമ്മൾ കണ്ടുവെച്ചോണ്ടു 14 ഇയാൾ കൂടി പോവാണ്. അതുകൊണ്ട് തന്നെ കോമൺ ഡിഫറൻസ് പ്ലസ് ആയിരിക്കും. ഇനി വ്യത്യാസം കണ്ടാൽ മാത്രം മതി. എത്രയാ? 14ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. അല്ലെങ്കിൽ 14ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. ഓക്കെ, റെഡി ആണോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ എന്താ? ഈ എയും അതേപോലെ ഡിയും എഴുതി വെച്ചോണ്ടു. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഈസ് 25 എ ടേം ഓഫ് ദ സീക്വൻസ്? അതായത് 25 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു ടേം ആവുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എടാ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. എത്രയാ? 6 ആണ്. അപ്പോൾ അടുത്തൊരു ടേം എത്രയായിരിക്കും? ഇയാളുടെ കൂടെ 6 കൂട്ടുക, അതായത് 26 ആയിരിക്കും. അതായത് എന്താ? ഇയാളുടെ അടുത്ത ടേം 26 ആണ് വന്നുള്ളത്. അപ്പോൾ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം 25 എന്നുള്ളത് ഈ ഒരു സീരീസിലെ ടേം അല്ല എന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം. ഇനി അടുത്തൊരു മെത്തേഡും കൂടിയുണ്ട്. പക്ഷെ ഒരു വലിയ നമ്പർ ആകുമ്പോൾ നമുക്ക് അതൊരിക്കലും പോസിബിൾ ആയിരിക്കില്ല അല്ലെ? ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യുക. കോമൺ ഡിഫറൻസ് നമുക്കറിയാം 6 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ 8നെ നമ്മൾ ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ 8നെ നമ്മൾ ഈ ഒരു കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 8/6 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 എന്ന് കിട്ടും. 8/6നെ, അതായത് എന്താ ചെയ്തത്? ഇയാളുടെ ഫസ്റ്റത്തെ ടേമിനെ നമ്മൾ ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ റിമൈൻഡർ 2 എന്ന് കിട്ടി. അപ്പോൾ ഇയാളെയും നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ റിമൈൻഡർ 2 ആയിരിക്കും. കാരണം എന്താ? ഇയാളൊരു വെറും ശ്രേണിയല്ല, അരിത്തമാറ്റിക് സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇയാളെയും നമ്മൾ ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആയിരിക്കും. ഈ 20നെ നമ്മൾ 6 കൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആയിരിക്കും. അങ്ങനെ ആവുമെങ്കിൽ 25 എന്ന് പറഞ്ഞ സംഖ്യ ഈ ശ്രേണിയിലാണെങ്കിൽ ഈ 25നെയും നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 2 വരണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അയാൾ ഈ ശ്രേണിയിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഈ 25നെ നമ്മൾ ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 6 4 24 നമുക്ക് വന്നുള്ള ഇഷ്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അയാൾ എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ പദമല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇനി ആ ഒരു മെത്തേഡും നമുക്കറിയില്ലെങ്കിൽ അടുത്തൊരു മെത്തേഡും കൂടി ഉണ്ട്. നമ്മൾ a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെന്തിനാ നമ്മൾ ഉപയോഗിക്കാറ്? nth ടേം അല്ലെങ്കിൽ എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതിനാണ് നമ്മൾ അത് ഉപയോഗിക്കല് അല്ലേ? ഇപ്പൊ n-ന് 5 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5th ടേം കിട്ടും. എടാ മക്കളെ, ഇവിടെ നമ്മൾ 25 എന്ന് പറയുന്നത് ഉത്തരമല്ലേ തന്നുള്ളത്? ഈ സീരീസിലെ എത്രാമത്തെയോ പദമാണ് 25 എന്നാണ് നമുക്ക് തന്നിട്ടുണ്ട്. അത് n നമുക്ക് അതിന്ന് കണ്ടാൽ അയാൾ എത്രാമത്തെ പദമാണോ കിട്ടും. അത് ചെക്ക് ചെയ്യാൻ പറ്റും, ആണോ അല്ലേന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, a നമുക്ക് അറിഞ്ഞൂടെ 8 ആണെന്ന്, പ്ലസ് n നമുക്കറിയോ? ഇല്ല, എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഈ ഇക്വേഷൻ നമുക്ക് ഉത്തരം മാത്രം എഴുതാൻ മാത്രം അറിഞ്ഞാൽ പോരാ, തിരിച്ച് അതേപോലെ എഴുതാനും നമുക്ക് അറിയണം. ഓക്കെ, n നമുക്കറിയോ? ഇല്ല, എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ n-1 നമ്മൾ അതേപോലെ d നമുക്കറിയില്ല 6 ആണ് ഈക്വൽ ടു 25 എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഒരു സംശയമില്ല, നമുക്ക് എഴുതാം. അപ്പോൾ 8 പ്ലസ് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. മൈനസ് ഉണ്ടാകുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, n ഇൻറ്റു 6 അല്ലെങ്കിൽ 6 ഇൻറ്റു n എന്ന് 6n ആണ്. -1 ഇൻറ്റു 6 -1 ഇൻറ്റു 6 എന്ന് പറയുന്നത് -6 ആണ്
ഈക്വൽ ടു 25 എന്ന് കിട്ടും. ഓക്കെ, 8 മൈനസ് 6, 8 6 കുറച്ച എത്ര 2 ആണ്. ഓൾറെഡി ഒരു 6n ഇവിടെ ഉണ്ട്. അപ്പോ പ്ലസ് 2 ഈക്വൽ ടു 25 എന്ന് കിട്ടും. 6n ഈക്വൽ ടു 25. ഈ 2 ഉണ്ടല്ലോ, പ്ലസ് 2 ഞാൻ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അയാൾ എന്താ -2 ആയിരിക്കും. അപ്പൊ 6n ഈക്വൽ ടു 23 എന്ന് കിട്ടും. 6n ഈക്വൽ ടു 23 എന്ന് കിട്ടും. n ഈക്വൽ ടു 23/6 എന്ന് എഴുതിക്കൂടെ മക്കളെ? എണ്ണമല്ലേ, 23 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം n എണ്ണമായിരിക്കണം. അങ്ങനെ ഒരു എണ്ണ ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്താ, ഈ 25 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ പദമല്ല. 3 ടൈപ്പിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ ചെങ്ങായിനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആൻസർ കൊടുക്കേണ്ടത്? ഫസ്റ്റത്തെ ആൻസറിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? നോ എന്ന് കൊടുക്കണം. ഫസ്റ്റത്തെ ആൻസറിന് നോ എന്ന് കൊടുക്കണം. കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ പോലെ പേപ്പർ നോക്കണ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് എഴുതി പിടിപ്പിച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. എന്താണ്? ചെക്ക് ഇഫ് 144 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഈ 144 എന്ന് പറഞ്ഞ ചെങ്ങായി ഈ സീക്വൻസിലെ അല്ലെങ്കിൽ ഈ ഒരു സീരീസിലെ ടേം ആവുമോ എന്നാണ് ചോദിച്ചത്. നമ്മൾ 25 ചെക്ക് ചെയ്തതുപോലെ തന്നെ ഇയാളെയും നമ്മൾ ചെക്ക് ചെയ്യണം. 25 ഇവിടെ അടുത്തായപ്പോൾ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്ത് 144 കുറച്ച് അപ്പുറത്തായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡും കൂടിയാണ്. നമുക്ക് മറ്റേ മെത്തേഡ് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓരോ ടേമുകളെയും നമ്മൾ ഈ കോമൺ ഡിഫറൻസ് ആയ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ 2 റിമൈൻഡർ കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 144 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ ഈ 144 പറഞ്ഞ ചെങ്ങായി എന്താ, ഈ സീരീസിലെ ഒരു നമ്പർ ആയിരിക്കും. നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് 144 എന്ന് പറഞ്ഞ നമ്പർ ഈ സീരീസിലാണെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെ ആവുമ്പോൾ 2 റിമൈൻഡർ വന്നാൽ 144 എന്താ സീരീസ് നമ്പർ. അപ്പൊ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട. 144 ഡിവൈഡഡ് ബൈ 6 നമ്മൾ ചെയ്തുകൊണ്ട് 2 6 12 ആണ്. 2 24 6 4 24. നമുക്ക് വന്നിട്ടുള്ള റിമൈൻഡർ എന്ന് പറഞ്ഞ 0 ആണ്. നമുക്ക് 0 ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് 2 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇയാള് ഈ 144 പറഞ്ഞ ചെങ്ങായി ഈ സീരീസിലല്ല എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, റെഡി ആണോ? എങ്ങനെ വന്നതൊക്കെ നിങ്ങൾ എഴുതണം. എടാ, മറ്റൊരു രീതിയിൽ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ മറ്റൊരു രീതിയിൽ ചെയ്യാണ്. a plus n minus 1 into d equal to, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 144 ആണെന്ന് വിചാരിക്കുക. ഇതിൽ നിന്നും n എന്ന് പറഞ്ഞത് എണ്ണാണ്. എത്രാമത്തെ എണ്ണം ആണ് കാണേണ്ടത്? a എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്കറിയാം. n minus 1 into d എന്ന് പറയുന്ന ചെങ്ങായി 6 ആണെന്ന് നമുക്കറിയാം. 144 നമ്മൾ അങ്ങനെ മാത്രം എഴുതി അല്ലേ? 144 ഈ പദത്തിലെ എണ്ണമാണ് നമ്മൾ വിചാരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. n എന്ന് പറയുന്നത് എണ്ണാണ്. n ഒരിക്കലും എന്താ പോയിന്റുകളോ നെഗറ്റീവുകളോ വരൂല. എണ്ണം എന്ന് പറഞ്ഞാൽ n ആണ്, ഒരു നമ്പർ ആയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇത് ചെയ്യാണ്. 8 പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 6n മൈനസ് 6 ഈക്വൽ ടു 144 എന്ന് വരും. നമുക്ക് 6n പ്ലസ് 2 ഈക്വൽ ടു 144 എന്ന് വരും. 6n ഈക്വൽ ടു ഈ പ്ലസ് 2 എന്താ അങ്ങോട്ട് പോകുമ്പോൾ -2 ആയിരിക്കും. 144 -2 എന്ന് വരും. അപ്പോൾ 6n ഈക്വൽ ടു 142 എന്ന് വരും. അപ്പൊ n ഈക്വൽ ടു 142/6 എന്ന് വരും. ഇത് തന്നെയല്ലേ നമ്മൾ ചെയ്ത് കോമൺ ഡിഫറൻസ് ആയ 6 അല്ലേ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 142 നമ്മൾ 142 അല്ലേ വന്ന് 142 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 142 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ 2 12 2 നമുക്ക് ചെയ്യുമ്പോൾ എന്താ ഉത്തരം കിട്ടുമോ? കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടൂല. ഇവിടെ സ്റ്റെക്കായി പോയി. കാരണം n എന്ന് പറയുന്നത് എണ്ണമാണ്. എണ്ണം ഒരിക്കലും പോയിന്റ് വരൂല. ആൻസറിൽ എന്താ പോയിന്റ് വരും, കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടൂല. അപ്പോ ഈ 144 പറഞ്ഞ ചെങ്ങായി എന്താ, അയാളും എന്താ ഈ ശ്രേണിയിലെ ഒരു പദമല്ല. നമ്മളോട് അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ 144 പകരം 146 എന്ന് പറഞ്ഞ ചെങ്ങായി ഈ ശ്രേണിയിലെ 146 എന്ന് പറയുന്ന ചെങ്ങായി ഈ ശ്രേണിയിലെ പദമാണോ എന്ന് അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ അയാൾ എത്രാമത്തെ പദമാണെന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് പകരം ഇവിടെ 146 ആയിരിക്കും വരിക അല്ലെ? 146 ആയിരിക്കും വരിക. അത് നമ്മൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ ഇവിടെ 144 എന്ന് വരും അല്ലെ? ലാസ്റ്റ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇവിടെ 144ഉം ഈ 142 പകരം 144 എന്ന് വരും അല്ലെ? എന്നിട്ട് നമ്മൾ ഹരിച്ചു നോക്കുക. 144 ഡിവൈഡഡ് ബൈ 6 നമ്മൾ ചെയ്ത് നോക്കുക. 6 ചെയ്യുമ്പോൾ നമ്മൾ 144/6
6 നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ 24 എന്ന് കിട്ടിയിട്ടുണ്ട്. n ഈക്വൽ ടു 24 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിലെ മീൻസ് 146 ആണെങ്കിൽ ഈ 146 എന്ന് പറയുന്നത് ആ ശ്രേണിയിലെ 24ാമത്തെ പദമായിരിക്കും 146 എന്ന് പറയുന്നത്. 146 ആണെങ്കിൽ നിലവിൽ നമുക്കിവിടെ 144 ആണ്. ഓക്കെ, നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ അങ്ങനെ ചോദ്യം വരും ആണെങ്കിൽ അയാൾ എത്രാമത്തെ നമ്പർ ആണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, റെഡി ആണോ മക്കളെ? കഴിഞ്ഞിട്ടില്ല. നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ? നമുക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പൊ ഇയാളുടെ കൂട്ടത്തിൽ നമ്മൾ നോ എന്ന് എഴുതുന്ന കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കാം. നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രൂവ് ദാറ്റ് there are no perfect squares in this sequence. ഈ സീക്വൻസിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറുകളും ഇല്ല എന്ന്, അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങളും ഇല്ല എന്ന് തെളിയിക്കണം. എടാ ഇയാളെ ഒക്കെ ഇത് ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ഇയാളുടെ കോമൺ ഡിഫറൻസ് ആയ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ് 2 എന്ന് പറഞ്ഞുള്ള റിമൈൻഡർ. 2 റിമൈൻഡർ വരികയാണെങ്കിൽ മാത്രമേ അയാൾ ഈ സീക്വൻസിലെ ഒരു നമ്പർ ആവുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്നാണ് നമുക്ക് ഇതിൽ തെളിയിക്കേണ്ടത്. ഒരു പെർഫെക്റ്റ് സ്ക്വയറുകളും ഇല്ല എന്നാണ്. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയറുകൾ പറയുമ്പോൾ 1, അതേപോലെ 4, 9, 16 അങ്ങനെ പറഞ്ഞു പോകുന്ന ചെങ്കായിമാരാണ് പെർഫെക്റ്റ് സ്ക്വയറുകൾ പറഞ്ഞ ആള്. ഓക്കെ, അപ്പോൾ ഇയാളൊക്കെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും 2 റിമൈൻഡർ വരൂല. ഓക്കെ, 2 റിമൈൻഡർ വരും. അതായത് ഇയാളെയൊക്കെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും 2 റിമൈൻഡർ വരില്ല. അതിനർത്ഥം ഈ ഒരു സീരീസിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറുകളും ഇല്ല എന്നാണ് അർത്ഥം. റിമൈൻഡർ 2 വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് ചെറുതായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, a+n-1 d പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഈ ഇക്വേഷൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? nth ടേം അല്ലെങ്കിൽ എത്രാമത്തെ ടേം ആണോ അയാളെ നമുക്ക് കിട്ടും. നമ്മൾ വിചാരിക്കണം ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട് എന്നാണ് വിചാരിക്കണം. ഈ സീരീസിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോ n സ്ക്വയർ എന്ന് ഞാൻ ഇയാളെ എഴുതി. n സ്ക്വയർ എന്തുകൊണ്ടാണ് x സ്ക്വയർ എഴുതാതെ n സ്ക്വയർ എഴുതി? എടാ നമുക്ക് ഇയാളുടെ നമ്പർ അല്ലേ ഇവിടെ കിട്ടുള്ളൂ. n ഒരു നമ്പർ കൊടുക്കുമ്പോഴേ ആ നമ്പർ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. n ഇവിടെ n ആണ്. n ആവുമ്പോൾ ഇവിടെ n സ്ക്വയർ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ലാസ്റ്റ് നമുക്കിത് ചെയ്തു പോകുമ്പോൾ a എന്ന് പറയുന്നത് എന്താ? a എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 8 + n-1 × d എന്ന് പറയുന്നത് 6 ആണ്, ഈക്വൽ ടു n സ്ക്വയർ ഞാൻ അങ്ങോട്ട് എഴുതി. റെഡിയാണോ? ഓക്കെ, അപ്പോൾ 8 + 6n-6 ഈക്വൽ ടു n സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതിൽ നിന്നും നമുക്ക് 6n + 2 ഈക്വൽ ടു n സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? n ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതിക്കൂടെ നമുക്ക്? അപ്പൊ 6n ഈക്വൽ ടു n സ്ക്വയർ -2, ഈ +2 അങ്ങോട്ട് പോകുമ്പോൾ -2 ആയിരിക്കും. ലാസ്റ്റ് നമുക്ക് n ഈക്വൽ ടു n സ്ക്വയർ -2/6 എന്ന് കിട്ടും അല്ലേ? ലാസ്റ്റ് നമുക്ക് n ഈക്വൽ ടു n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമാണ് നമുക്ക് വരിക. അപ്പോഴേ ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടായിരിക്കും. കാരണം ഇവിടെ നമുക്കൊരു 1 n-ന് 1 കൊടുക്കാം, 1 കൊടുക്കും. 1 ഈക്വൽ ടു ഇവിടെയും 1 കൊടുക്കുക. 1 - 2/6 ആയിരിക്കും വരിക. 1 ഈക്വൽ ടു -1/6 അല്ലേ വരിക? ഇത് 1 ഈക്വൽ ടു 1 അല്ലല്ലോ, ഇയാൾ ഈക്വൽ ടു ഇയാൾ അല്ലല്ലോ. അതിനർത്ഥം എന്താ? ഇവിടെ ഒരു പെർഫെക്റ്റ് സ്കോർ ഇല്ല എന്നാണ്. ഇപ്പൊ ലാസ്റ്റ് നമുക്ക് n-ന് 1, ഇത് ഇയാൾക്ക് n-ന് 1 കൊടുക്കും. 1 ഈക്വൽ ടു 1 എന്ന് വരികയാണെങ്കിൽ അവിടെ ഒരു പെർഫെക്റ്റ് സ്കോർ ഉണ്ടാവും എന്നാണ് അർത്ഥം. ഓക്കെ, കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ചെയ്യുമെന്ന് അറിയൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? റെഡി ആണോ മക്കളെ? നമുക്ക് 2024 അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. The third term of an arithmetic sequence is 26 and its eighth term is 61. എന്താണ്? നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്. അതിലെ തേർഡ് ടേമിന് ഞാൻ വിളിക്കുകയാണ് A3 എന്ന് വിളിക്കുക. അയാള് എന്ന് പറയുന്നത് 26 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ A8 എട്ടാമത്തെ ഒരു ടേം ഉണ്ട്. അയാള് എന്ന് പറയുന്നത് 61 ആണെന്ന് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ ഡിഫറൻസ് ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസം എത്ര അല്ലെങ്കിൽ d എത്രയാണെന്നാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഒരു ചോദ്യം. d ഈക്വൽ ടു ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ അറിയാം. എങ്ങനെ? ഈ 8ഉം അതേപോലെ 3യും തന്നു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഈ എട്ടാമത്തെ ടേമിൽ നിന്നും 61-ൽ നിന്നും നമ്മൾ ഈ തന്നിട്ടുള്ള മൂന്നാമത്തെ ടേം നമ്മൾ കുറയ്ക്കും. 26 ഡിവൈഡഡ് ബൈ
എത്രാമത്തെ ടേമുകളെ പരസ്പരം ടേമുകളിൽ നമ്മൾ കുറയും 8 - 3 എന്ന് കിട്ടും. 16 നിന്ന് നമ്മൾ 26 കുറച്ചാൽ എന്താ കിട്ടുക? നമുക്ക് 35 എന്ന് കിട്ടും. ബൈ 8 - 3 എന്ന് പറയുന്നത് 5 ആണ്. 5. അപ്പോൾ എഗെയിൻ നമുക്ക് 35/5 7 എന്ന് കിട്ടും. നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് ഇയാളെ കോമൺ ഡിഫറൻസ് കാണാം. ഓക്കെ, നമുക്ക് A3 അല്ലെങ്കിൽ തേർഡ് ടേമിനെ നമുക്ക് A+2D എന്ന് നമുക്ക് എഴുതിക്കൂടെ? തേർഡ് ടേമിനെ A+2D എന്ന് എഴുതിക്കൂടെ? ഞാൻ എഴുതി. A+2D എന്നുള്ളത് എത്രയാ? 26 ആണെന്ന് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. അതേപോലെ A3യെ ഞാൻ എന്താ A6നെ ഞാൻ A8 ആണ്. A8 ആണ്. അത് 8ാമത്തെ ടേം ആണ്. അയാളെ ഞാൻ A+7D എന്ന് എഴുതിക്കൂടെ നമുക്ക്? അപ്പൊ ഇയാൾ എന്നുള്ളത് 61 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ടൊന്ന് എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇയാളെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ 1 എന്നും ഇയാളെ ഞാൻ ഇക്വേഷൻ 2 എന്നും വിളിക്കുകയാണ്. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്നും ഫസ്റ്റത്തെ ഇക്വേഷൻ ഞാൻ കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ തിരിച്ച് വന്നാലും പ്രശ്നമില്ല, മൈനസ് വരും. ആ മൈനസ് ഒന്ന് ക്യാൻസൽ ചെയ്യണം, അത്രേ ഉള്ളൂ. അതായത് അതായത് ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 ഞാൻ കുറയ്ക്കുകയാണ്. അത് A+7Dയിൽ നിന്നും A+7D എന്ന് പറയുന്നത് A+7D = 61 ആണ്. അതിൽ നിന്നും ഞാൻ കുറയ്ക്കാൻ പോകുന്നത് ഏതാ? A+2D എന്ന് പറയുന്ന ചങ്ങായിരെയാണ് ഞാൻ കുറയ്ക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, കുറയ്ക്കുക. നമ്മൾ നോർമൽ ആയിട്ട് കുറയ്ക്കുന്നത് പോലെ കുറയ്ക്കുക. എയിൽ നിന്നും A കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ? 0 ആയി മാറും. ഓക്കെ, 7Dയിൽ നിന്നും 2D നമ്മൾ കുറച്ചാൽ എന്താ നമുക്ക് വരിക? 5D എന്ന് വരും. ഓക്കെ, അപ്പൊ 5D = എന്ന് എഴുതിക്കൂടെ? എന്താ 61ൽ നിന്നും ഞാൻ 26 കുറച്ചു. എടാ മക്കളെ, അവിടെ ഇത് തന്നെയല്ലേ നമ്മൾ അവിടെയും ചെയ്തിട്ടുള്ളത്. കുറയ്ക്കുമ്പോൾ നമുക്ക് 35 എന്ന് കിട്ടും. എടാ 5D = 35 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ D = പറഞ്ഞിട്ട് 35/5 നമുക്ക് എഴുതിക്കൂടെ? എന്താ? 7 എന്ന് കിട്ടും. ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്താ? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം നമുക്ക് കണ്ടെത്താം. അപ്പൊ 7 എന്ന് കിട്ടി. നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നോക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എടാ, നമുക്ക് തേർഡ് ടേം എന്ന് പറയുന്നത് 26 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? തേർഡ് ടേം എന്ന് പറയുന്നത് 26 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ ഫസ്റ്റ് ടേം എന്തായിരിക്കും? അതായത് A1 അല്ലെങ്കിൽ വെറും A ആയാലും കുഴപ്പമൊന്നുമില്ല. A എന്തായിരിക്കും? അതായത് ഈ തേർഡ് ടേമിൽ നിന്നും നമ്മൾ 2 വട്ടം പൊതുവ്യത്യാസം കുറച്ചാൽ പോരെ. അതായത് ഈ തേർഡ് ടേമിൽ നിന്നും തേർഡ് ടേമിൽ നിന്നും നമ്മൾ 2 വട്ടം പൊതുവ്യത്യാസം കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് A കിട്ടും. അതന്നെയല്ലേ ഇവിടെ നോക്കടാ, ഇയാളെ നോക്കുക. നമുക്ക് കാണേണ്ടത് ഇയാളെയാണ്, അത് A ആണ്. Aനെ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തുക. ഈ 2Dനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക. 26 - 2D എന്ന് വരും അല്ലേ? ഇയാളെന്നല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ D കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം, A ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ 26 - D എന്ന് പറയുന്നത് 7 ആണ്. 2 × 7 എന്ന് കിട്ടും. അപ്പൊ 26 - 2 × 7 14 ആണ്. നമുക്ക് ആൻസർ കിട്ടും 12 എന്ന ആൻസർ കിട്ടും അല്ലെ? അപ്പൊ A എന്നുള്ളത് 12 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് പറഞ്ഞുള്ളത്? മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ അൾജിബ്രിക് ഫോം എഴുതാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റൈറ്റ് ദ അൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ്. ജസ്റ്റ് അൾജിബ്രിക് ഫോം എഴുതിയാൽ മതി അല്ലെ? നമ്മൾ അൾജിബ്രിക് ഫോം എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് A+n - 1 × D പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ. അത് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്താ അൾജിബ്രിക് ഫോം എഴുതാൻ അറിയും അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് an + b എന്ന് പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 7n പ്ലസ് b എന്താ? ഇയാളിൽ നിന്നും, അതായത് ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറച്ചതാണ് ഇയാള് എന്ന് പറയുന്നത്. അതായത് 12ൽ നിന്നും 7 കുറച്ചതാണ്. അപ്പൊ നമുക്ക് 5 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മളുടെ അൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ അത് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്കുണ്ട് ഇയാള് A എന്ന് പറയുന്നത് ആരാ? A എന്ന് പറയുന്ന ചങ്ങായി നമ്മൾ കണ്ടുപിടിച്ചു 12 ആണ്. 12 + n - 1 അൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാലും nth ടേം കാണുക എന്ന് പറഞ്ഞാലും ഒരേപോലെ തന്നെ. D എന്ന് പറയുന്നത് എന്താ? നമ്മളിവിടെ 7 എന്ന് കണ്ടുപിടിച്ചു. എഗെയിൻ നമ്മൾ 12 + 7n ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. 7n - 7 = 7n നമ്മൾ അതേപോലെ എഴുതി. 12ൽ നിന്ന് നമ്മൾ 7 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് +5 എന്ന് കിട്ടും. നമുക്ക് അവിടെ കിട്ടിയ ചെങ്ങായിനല്ലേ നമ്മൾ ഇവിടെ കിട്ടിയുള്ളത് അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. D പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. എന്താണ് ആ D പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഓക്കെ,
നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 50 ടേം ഓഫ് ദ സീക്വൻസ് അല്ലെ. ആദ്യത്തെ 15 ടേമുകളുടെ, അതായത് ഈ ഇതിലെ ആദ്യത്തെ 15 ടേമുകളുടെ സം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എടാ നമുക്ക് 15 ടേമുകൾ ഉണ്ട്, 1 2 ഇങ്ങനെ 15 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം അല്ലെ. ഇത്രയും ആളുടെ സമ്മ് കാണാനാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് ഇയാളുടെ സമ്മ് കാണാനും നമുക്ക് മറ്റൊരു ട്രിക്കും കൂടി ഉണ്ട്. എന്താ? സെൻട്രത്തെ ആള് ആരാ? സെൻട്രത്തെ ആളെ നമ്മൾ 15 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെൻട്രത്തെ ആളെ, സെൻട്രൽ എന്ന് പറയുന്നത് 8th ടേം ആയിരിക്കും. ആ 8th ടേമിനെ നമ്മൾ 15 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആദ്യത്തെ 15 ടേമുകളുടെ സമ്മ് നമുക്ക് കിട്ടും. അപ്പൊ ഇയാളുടെ 15 ആള് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെൻട്രത്തെ ടേം എന്ന് പറയുന്നത് 8 ആയിരിക്കും. 8th ടേം കണ്ടാൽ എന്ത് കിട്ടും? ആ 8th ടേമിനെ നമ്മൾ 15 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആദ്യത്തെ 15 ടേമുകളുടെ സമ്മ് കിട്ടും. 8th ടേം അറിയോ? 8th ടേം അറിയും. നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 61 ആണ് അതിന്റെ 8th ടേം എന്ന് പറയുന്നത് അല്ലേ. എന്താ ഇയാളാണ് അതിന്റെ 8th ടേം എന്ന് പറയുന്നത്. അയാളെ എന്താ ഈ 61 ഞാൻ 15 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആദ്യത്തെ 15 ടേമുകളുടെ സമ്മ് കിട്ടും. അപ്പൊ എഗെയിൻ നമ്മൾ ചെയ്യാണ് 61 ഇൻറ്റു 15, 1 ഇൻറ്റു 5 30, 1 3 3, 1 6 6, 5 3 9 935 എന്ന് കിട്ടും. ഇനി അങ്ങനെ നമുക്ക് ഓർമ്മ വന്നില്ല എന്ന് വിചാരിക്കുക, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ ഉപയോഗിക്കും സമ്മ് കാണാനുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ ഉപയോഗിക്കും. ഏത് ഇക്വേഷനാ? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ ഉപയോഗിക്കും. എ നമുക്ക് അറിഞ്ഞൂടെ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 12 ആണെന്ന്, ഡിയും നമ്മൾ കണ്ടുപിടിച്ച് 7 ആണെന്ന്, n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം വരെ ഉള്ളതാണ്, n എന്ന് നമുക്കറിയാം 15 ആണെന്ന് അറിയാം. നമ്മൾ സംശയമൊന്നുമില്ല, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 12 ആണ്. 12 പ്ലസ് n 15 ആണ്. അപ്പോൾ 15 മൈനസ് 1 എന്ന് പറയുന്നത് 14 ആണ്. 14 ഇൻറ്റു ഡി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 7 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. 15/2 നമ്മൾ അതേപോലെ എഴുതി ഇൻറ്റു 2 ഇൻറ്റു 12 ഇൻറ്റു 2 എന്ന് പറയുന്നത് 24 ആണ്. 24 പ്ലസ് 4 7 28 ആണ്. 2 ആണ്. ഒരു 1 ഇൻറ്റു 7 7 8 9 എന്ന് പറയും. ഓക്കെ, എഗെയിൻ നമ്മൾ 15/2 ഓക്കെ ഇൻറ്റു ഇയാളെയും നമ്മൾ കൂട്ടുക. 4 പ്ലസ് 8 എന്ന് പറയുന്നത് 12 ആണ്. എഗെയിൻ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കും. 2ഉം 9 നമ്മൾ കൂട്ടുമ്പോൾ 9 10 11 12 കിട്ടും. എഗെയിൻ നമ്മൾ ഇയാളൊരു 2 കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുക. 122നെയും 2നെയും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 61 എന്ന് കിട്ടും. ലാസ്റ്റ് നമുക്ക് 15 ഇൻറ്റു 61 പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അവിടെ ഗുണിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അയാൾ 935 ആണെന്ന് നമ്മൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതേപോലെ നമുക്ക് അറിയൂലെങ്കിൽ, അതേപോലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആകെ പഠിക്കേണ്ട 3 ഇക്വേഷൻ ഉള്ളൂ. എന്താണ്? nth ടേം കാണുക എന്ന് പറഞ്ഞതും അൾജിബ്രിക് ഫോം കാണുക എന്ന് പറഞ്ഞാലും ഒരാളാണ്. അതുകൊണ്ട് തന്നെ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി പറഞ്ഞ ഫസ്റ്റത്തെ ഇക്വേഷനും പിന്നെ സമ്മ് കാണാനുള്ള 2 ഇക്വേഷനുകൾ ഉണ്ട്. എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി പറഞ്ഞ ചങ്ങായും പിന്നെ n/2 ഇൻറ്റു a1 പ്ലസ് an പറഞ്ഞ, അങ്ങനെ 3 ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് എന്താ ഈ ചാപ്റ്റർ വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് സമാന്തര ശ്രേണി പറഞ്ഞ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഉഷാറാക്കി എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റെഡിയാണോ മക്കളെ?